ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടടയാണ്. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ 1 കപ്പ് അരി കഴുകി വൃത്തിയാക്കി കുതിർത്തിയെടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ തലേദിവസം ഇട്ട് വെച്ചിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇനി ഞാനിത് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മൊത്തത്തിൽ പച്ചരി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഞാൻ ചോറിട്ട് കൊടുക്കുന്നത്. ഇതൊരു 1/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളമായി പോവണ്ട, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ അരച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് പച്ചരിയൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുണ്ടല്ലേ, ഈ ഒരു കട്ടിക്കാണ് ഞാൻ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ആ ജാറൊന്ന് ചുഴറ്റിയ വെള്ളം കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓട്ടടയ്ക്ക് എങ്ങനെയാണോ മാവ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഓട്ടടയ്ക്ക് ഇത്രയും വെള്ളം മതി. ഇതാണ് പാകം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും കൂടെ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വീണ്ടും ഇളക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ അടുപ്പിൽ എണ്ണമയൊന്നും ഇല്ലാത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് ഓട്ടട. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് 2 തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊന്ന് ചൂടാവട്ടെ. ഇനി ഇത് ഞാൻ 2 തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടടയാണ്. വെറുതെ കഴിക്കാം, ചമ്മന്തിയും അതുപോലെ തന്നെ ഉള്ളിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഓട്ടടയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചട്ടിയിൽ മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓട്ടടയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഓട്ടടയാണ്. ഇതൊന്ന് ഞാനിനി പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആരായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.